ഹലോ, ഗുഡ് മോർണിംഗ് ഗേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുകയാണ്. നമ്മളെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവരണം മൊബൈൽ ഷോപ്പിൽ നിന്ന്. വെള്ളത്തിൻ്റെ ടാങ്ക് ഇവിടെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. വണ്ടി ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചളി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴേ. ഇനി ഡിക്കിൻ്റെ അവിടെ മാത്രം ഒന്ന് തുറക്കാനുണ്ട്. അത് ഞാൻ ഡിക്കി ഓപ്പൺ ആക്കിയോണ്ടേ ബാക്കിയൊക്കെ തുടച്ചപ്പോൾ അടച്ചപ്പോഴാണ് കണ്ടത് ഡിക്കുമ്പോൾ അവിടെ തുറക്കണ്ടായിരുന്നു എന്ന്. പിന്നെ ഇവിടെ ഒന്നും ക്ലീൻ ആക്കിയില്ല, ഞാൻ ജസ്റ്റ് പുറം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് തുടക്കാം, മാറ്റൊക്കെ എടുത്തൊന്ന് കൊട്ടാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഊബറൊക്കെ ഓണാക്കിയിട്ട് വണ്ടി തുടക്കാം. വല്ല ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കട്ടെ. റാപ്പിഡോയിൽ ഒരു അപ്ഡേഷൻ ഉണ്ട് കേട്ടോ. ഊബറിൽ എന്താ നോക്കട്ടെ. ഊബറിൽ അപ്ഡേഷൻ ഒന്നും കാണുന്നില്ല. ഊബർ നമുക്ക് ഓണാക്കാം. ഊബറേ നമ്മളിപ്പോൾ 1-2 ദിവസം 3 ദിവസമായിട്ട് ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് ഇല്ലാന്നൊക്കെയാണ് ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ആരും ഇല്ലാന്നൊക്കെയാണ് പറയണത്, കുറവാന്നൊക്കെ പറയണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 ദിവസം ലീവ് എടുത്തുമ്പോഴല്ലേ നമ്മളിതിൽ ലീവ് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ വണ്ടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നലെ വരെയുള്ള ലീവ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വെറുതെ CNG 194 കിലോമീറ്റർ ഓടിയാണ്ടോ. ഇനിയുണ്ട് 3 കട്ട. നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് നമ്മൾ പെരിന്തൽമണ്ണ നട്ടോ അടിച്ചത്. പെരിന്തൽമണ്ണ പുതിയൊരു പമ്പിൽ CNG വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി പ്രഷറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് CNG അടിച്ചത്. ഇനിയുണ്ട് 3 കട്ട. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റാപ്പിഡോ എന്തായിക്കണോ അറിയില്ല, നോക്കട്ടെ. ട്രിപ്പ് അടിച്ചിട്ടോ. കലൂർക്ക് 14 കിലോമീറ്റർ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് ഉണ്ടല്ലോ. അശ്വിൻ ഗോൾഡൻ ഗ്രോട്ടോ എന്നാട്ടോ ട്രിപ്പ് അടിച്ചിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്, കൊല്ലം കുടിമകൾ. എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ക്ലീൻ ആക്കാൻ സമയം കിട്ടിയില്ല. കുഴപ്പമില്ല. 2 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. അത് ഓക്കെ, പോയി പിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 145 രൂപയുടെ ട്രിപ്പായിരുന്നു. നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക്. നമുക്ക് ആദ്യം അടിച്ച ട്രിപ്പ് അല്ലട്ടത്, ഇത് ക്യാൻസലായി. അത് നമ്മൾ ആ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ ക്യാൻസലായി. അപ്പോൾ ഞാൻ വേഗം സ്പോട്ടിൽ റാപ്പിഡോ ഓണാക്കി വെച്ച്. അപ്പം തന്നെ ഊബർ തന്നെ നമുക്ക് വീണ്ടും അടിച്ചു. 154 രൂപയുടെ ട്രിപ്പാണ് വന്നത്. 145 നമുക്ക് കിട്ടിയത്, ബാക്കി ടാക്സ് പോയി. പിന്നെ കസ്റ്റമറുടെ പേര് ജറാദാണ് കെ. അപ്പോൾ മറ്റേത് കലൂരിലേക്കായിരുന്നു 250 രൂപയുടെ. ഇതും അത്യാവശ്യം ഇതുണ്ടായിരുന്നു കേട്ടോ, ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് 21 മിനിറ്റ് എടുത്തു. സമയം 21 മിനിറ്റ് എടുത്താണ്ടോ. 4.62 കിലോമീറ്റർ. അപ്പോൾ ഇനി നമുക്ക് ലീവ് അപ്ലൈ ചെയ്യണ്ട, ഊബറിൽ അപ്ലൈ ചെയ്യണ്ട. കാരണം ഒരു ട്രിപ്പ് അടിച്ചല്ലോ, നമ്മളെ അക്കൗണ്ട് ഓക്കെയാണ്, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ലീവ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് എടച്ചിറ പോകണോ ആംബിയൻസിൻ്റെ അവിടെ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ആംബിയൻസിൻ്റെ അവിടെ പോവാം, അതായിരിക്കും നല്ലത്. എടച്ചിറയും നല്ല സ്പോട്ടാണ്. ആംബിയൻസ് പോയിട്ട് നമുക്കൊരു ചാടിക്കണം. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, എക്സ്പ്രസ് വേ എന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ചന്ദ്രൻ വെണ്ണലക്കാട്ടോ, 157 രൂപയുടെ. ഇവിടെ അടുത്ത് തന്നെയാണ് കാണിക്കുന്ന ലൊക്കേഷന്. ഇത് നമ്മളെ വെണ്ണലുള്ള വി ഗാർഡിൻ്റെ ഓഫീസ് കാട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഒരു ഹിന്ദിക്കാരനായിരുന്നു. ഇനി നമ്മളെ CNG കഴിയാനായിട്ടുണ്ട്. നമുക്ക് ചക്കരപ്പറമ്പ് ഭാഗത്തേക്ക് ഇങ്ങനെ പോവാം. വെണ്ണലൊക്കെ നല്ല ബ്ലോക്ക് ആട്ടോ. നമ്മൾ ആ ചക്കരപ്പറമ്പ് ഭാഗത്തേക്ക് തിരിയണ അവിടേക്കാരും ആ ബ്ലോക്ക് ഉണ്ടാവും ആ ജംഗ്ഷനിൽ. ഞാൻ ഓക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വാഴക്കാലക്കാണ്. കുഴപ്പമില്ല. നമുക്ക് അവിടെ കാക്കനാട് CNG പമ്പ് ഉണ്ടല്ലോ. അപ്പോൾ സന്ദീപ്. ഇനി നമുക്ക് ടീ ബ്രേക്ക് ഇടാം. ഓക്കെ, ഇത് എവിടുന്നാണ്? അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ പിക്കപ്പ് കാണിക്കുന്നത്. 110 മീറ്റർ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കട്ടെ, പെട്ടെന്ന് കയറാൻ പറയണം, കാരണം ഇത്ര നല്ല ബ്ലോക്കല്ലേ. ഇതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ, ലാസ്റ്റ് കസ്റ്റമർ. നമ്മളെ എൻജോ കോട്ടേഴ്സിൻ്റെ അവിടെ നമ്മളെ നേവൽ ബേസിൻ്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അവിടേക്കായിരുന്നു നമ്മളെ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 446 ആയിട്ടോ. ഇതിന് 131 രൂപ കിട്ടി. 19 മിനിറ്റ്. ചെറിയ ബ്ലോക്കിൽ അത്യാവശ്യം ഒരു പാലച്ചോട് നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ഒരു 800 മീറ്റർ ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ CNG പമ്പിലേക്ക്. അപ്പോൾ അവിടെ പോയി CNG അടിക്കട്ടെ, എന്നിട്ട് ടീ ബ്രേക്ക് ഓണാക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ട്രിപ്പ് പോയപ്പോഴേ ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു അവിടുന്ന് ആ വെണ്ണലിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും CNG പമ്പിലേക്ക്. ചക്കരപ്പറമ്പാണ് ഞാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അതാണെങ്കിലും മെയിൻ റോഡൊക്കെ കയറി ഹൈവേ കയറി യൂട്ടേണൊക്കെ അടിച്ച് എന്തായാലും ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും വെണ്ണൽ ജംഗ്ഷനിൽ. അപ്പം ഞാൻ കരുതി അത് വെറുതെ പോകണ്ടല്ലോ, ഏതെങ്കിലും ഒരു CNG പമ്പിൻ്റെ ആ ഭാഗത്തേക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഓണാക്കിയതാ. അപ്പോൾ കറക്റ്റ് നമ്മളെ കാക്കനാടേക്ക് ട്രിപ്പ് അടിച്ച് ഇനി പോയിട്ട് CNG അടിക്കട്ടെ. ഇപ്പോൾ NGO കോട്ടേഴ്സ് കഴിഞ്ഞു.
ടീ ബ്രേക്ക് ഇട്ടോണ്ടേ ഊബർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസ്യൂം അടിക്കാം. ഇപ്പോൾ ഓൺലൈനായിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, CNG അടിച്ചു 655 രൂപ കേട്ടോ CNG അടിച്ചത്. ക്യാഷ് ഉണ്ടായിരുന്നില്ല അക്കൗണ്ടിൽ. 214 കിലോമീറ്റർ ഓടിയിട്ടോ. പിന്നെ 2 വട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ 655 രൂപ ആയത്. ക്യാഷ് അക്കൗണ്ടിൽ ഉണ്ടായില്ല. കാരണം 3 ട്രിപ്പും നമുക്ക് വന്നത് ഇന്ന് ഓൺലൈൻ ട്രിപ്പാണ്. ഞാനിത് കണ്ടിട്ടാണ് ഇന്ന് CNG എടുക്കാൻ പൈസ ഓരോന്ന് വിചാരിച്ചത്. ഇത് ഓൺലൈൻ ട്രിപ്പ്, ഇത് ഓൺലൈൻ ട്രിപ്പ്, ഇത് ഓൺലൈൻ ട്രിപ്പ്. ഫസ്റ്റത്തെ ട്രിപ്പ് ക്യാൻസലോ. അപ്പോൾ എന്നിട്ട് വേഗം അജിത്തിനെ വിളിച്ചാണ്ട് 700 ഇടിയിപ്പിച്ചു. അപ്പോൾ ഇനി പോയിട്ട് അവിടെ എർട്ടിഗൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ അപ്പുറത്തെ ചായക്കട ഉണ്ട്, അവിടെ പോയി ചായ അടിക്കട്ടെ. സമയം 11:23 ആയിട്ടോ. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ ഇവിടുന്നാണ് ചായ കുടിച്ചത്, ഈ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ കുറച്ച് നേരമായി, ഇപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഈ കാക്കനാട് ഭാഗത്തേക്ക് പോവാം. റാപ്പിഡോ ഓണാണ്. റാപ്പിഡോ ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. പിന്നെ നമ്മളെ ഇതേതാ സ്ഥലം എന്ന് അറിയോ? ഈ ഒഴിഞ്ഞടക്കണ പറമ്പ്. നാളെ മോഹൻലാലിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു കഫേ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പോൾ കണ്ടില്ല കോലം. അത് അതിനായിട്ട് ഉണ്ടാക്കിയൊരു സൈറ്റ് ആയിരുന്നു കേട്ടോ. സൈറ്റ് ആയിരുന്നു എന്നാ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഈ റൂട്ടിൽ നമുക്കൊരു പിക്കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതാ ഇവിടെ അതിനായിട്ടൊരു സൈറ്റ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി, കണ്ട ഒറിജിനൽ കഫേ പോലെ തോന്നും. മുറ്റത്ത് കുറേ ചെടികളും അടിപൊളിയായിട്ട്. അപ്പോൾ അത് അതിനായിട്ട് ഉണ്ടാക്കിയ ഒരു സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് നോക്കാം. അതിന് ശേഷം നമുക്ക് അടിക്കണ സമയമാണിത്. 1:21 നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കണേ. ഒരു ആലിം എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമറുടെ പേര്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 208 രൂപയുടെ എന്തോ ഒരു ട്രിപ്പ്. ഒരു ചെറിയ റോഡാണ്. ഇവിടെ ഒരു വണ്ടിക്ക് പോകാനേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ. അത് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന 194 രൂപയെ. നമുക്ക് എപ്പോഴാണ് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത്? 1:17. ആദ്യം 9:58 AM അടിച്ചിട്ട് പിന്നെ CNG അടിക്കലും കാര്യങ്ങളായിട്ട് പിന്നെ അടിക്കണ സമയമാണിത്. 1:17. ഇത്ര സമയം പിടിച്ചു. ഇന്ന് ചൊവ്വാഴ്ചമ്പാടായുണ്ട്. അപ്പോൾ ഞാൻ യാത്ര ഓണാക്കി, റാപ്പിഡോ ഓണാക്കി, എല്ലാം ഓണാക്കി. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിരുന്നു 400. കിട്ടിയില്ല. പിന്നെ അതെ, മലപ്പുറത്തുള്ള 2 ചങ്ങായിമാരായിരുന്നു. ചെറുക്കന്മാരിവിടെ സ്കൂളിലേക്ക് പഠിക്കാൻ എന്തോ വന്നതാ. അപ്പോൾ അവർ പൈസ തന്നതാണ്ടോ. ഇതെന്താ പൈപ്പോ ചുരുട്ടി വെച്ചേക്കണോ? അപ്പോൾ ഞാൻ ബാലൻസ് എന്നിട്ട് ഗൂഗിൾ പേ ഇട്ട് കൊടുത്തു. എൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെ പെണ്ണുങ്ങളാ ചെയ്യല്. പൈസ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നുറുക്കി പിടിക്കും. ഇതിപ്പോൾ എന്ത് സംഭവം എന്നാവോ? ഫുള്ള് ഇതാ മടക്കി പൈപ്പ് പോലാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എപ്പോഴും ട്രിപ്പ് അടിക്കാന്നാവോ? നമുക്ക് ഏതായാലും വണ്ടി എടുത്ത് വെറുതെ ഇങ്ങനെ കറങ്ങണ്ട. വെറുതെ CNG കഴിക്കാന്നല്ലാണ്ട് ട്രിപ്പൊന്നും ഇല്ല. ഇവിടെ ഇതൊരു റിറ്റ്സ് കിടക്കണേ, KL10. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് നോർത്തിൻ്റെ അവിടുന്ന് ആ കച്ചേരിപ്പാടി ഭാഗത്തു നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. തമ്മനം ഭാഗത്തേക്ക് ഒരു 125 രൂപയുടെ ട്രിപ്പ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അത് ബിസ്മിന എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ ആയിരുന്നു. ആളെ ഡ്രോപ്പ് ചെയ്ത്. ഈ സംഭവം കണ്ടോ, സർജിൻ്റെ കളറ് മാറിയിട്ടോ. ഇതുവരെ ഒരു ഓറഞ്ചും ഒരു റെഡ് പോലത്തെ ഒരു കളറായിരുന്നു. ഇത് ഒരു കാപ്പി കളർ പോലത്തെ ഒരു കളറായി. ഇനി വല്ല അപ്ഡേഷനിലായതാണെന്ന് അറിയില്ല. സർജിൻ ഇങ്ങനത്തെ കളറാണെന്നാവോ, എന്താ അറിയില്ല. ഇതിപ്പോൾ വൈപ്പിൻ ഭാഗത്തേക്കാന്ന് തോന്നുന്നുണ്ട്. പള്ളുരുത്തി റോഡ്, ഫോട്ടോച്ചിൻ്റെ ഭാഗത്ത്, തമ്മനം മറ്റേ തോപ്പുംപടി ഭാഗത്താണ് തോന്നുന്നുണ്ട് സർജ് ഉള്ളത്. ഇപ്പം നമ്മളിവിടെ ഉള്ളത് തോപ്പുംപടിയിലാണ്. ഇവിടെ തമ്മനത്താട്ടുള്ളത്. ഇവിടെ എന്തൊരു CNGൻ്റെ ബോർഡൊക്കെ കാണുന്നത്. CNG കട്ടിങ്ങോ. ഇന്റർസിറ്റി ട്രിപ്പ് കേട്ടോ, തൃശ്ശൂർക്ക്. മൾട്ടിപ്പിൾ സ്റ്റോപ്പാണല്ലോ. തങ്കമണിനെയാണ് തൃശ്ശൂർക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ടയറൊക്കെ മാറ്റിയിട്ട് ഒരു ലോങ് ട്രിപ്പ് പോകാം നമുക്ക്. 900 മീറ്ററിലെ പിക്കപ്പ്. മൾട്ടി സ്റ്റോപ്പാണ്. എന്ത് സംഭവം എന്നാവും. എവിടെ വേറെ പോണ വഴിക്ക് എവിടെ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാനോ കയറാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ചെന്നോട്ടെ, പോയി പിക്ക് ചെയ്യട്ടെ. ഇന്റർസിറ്റി ട്രിപ്പ് ഓണാക്കിയത് ഭാഗ്യം. ഇന്ന് നമ്മളെ കാക്കനാട് പോസ്റ്റ് ആയപ്പോഴാണ് ഇന്റർസിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് കടന്നില്ല. ഞാൻ ഓൺലൈനിലാക്കി. അപ്പോൾ ഇന്റർസിറ്റി ഓണാക്കി ഏതായാലും നന്നായി. ട്രിപ്പ് അടിച്ചത് 2,700 എത്ര രൂപ കണ്ടത്. മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ഉണ്ടായതുകൊണ്ടായിരിക്കും. ടോള് പിന്നെ എക്സ്ട്രാ ആണ്. ഊബറിൽ ഇപ്പോൾ ഇന്റർസിറ്റിയിൽ എന്നല്ല, ഏത് ടോളാണെങ്കിലും എക്സ്ട്രാ വാങ്ങണം എന്നാണ് ഊബർ പറയണത്. അത് കസ്റ്റമറോട് കയറുമ്പോൾ തന്നെ പറയണം. എയർപോർട്ടിലത്തെ ടോള് മാത്രം നമുക്ക് ഇൻക്ലൂഡിങ് ആയിട്ട് കിട്ടുന്നുണ്ട് ട്രിപ്പിൽ. ബാക്കിയുള്ള എല്ലാ ട്രിപ്പും ചോദിച്ചു വാങ്ങണം. ഏതായാലും പോയിട്ട് ആളെ പിക്കട്ടെ. 600 മീറ്ററും കൂടി ഉണ്ട്. തങ്കമണി എങ്ങനെയെന്നാവോ. തങ്കമണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതേ തങ്കമണിൻ്റെ സൗന്ദര്യം അല്ല കേട്ടോ പറഞ്ഞത്. ഈ ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രിപ്പാണോ എന്ന് നോക്കണം. കാരണം അങ്ങനെ സന്തോഷിക്കാൻ പറ്റൂല. ചിലപ്പോൾ 5 ആളുണ്ടാവും, ചിലപ്പോൾ ലഗേജ് കൂടുതലുണ്ടാവും. അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തങ്കമണി എങ്ങനെയുണ്ട്. നമ്മളെ തങ്കമണിനെ ഈ പരിസരത്തൊന്നും കാണാനില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ റോഡിലാണ് ഡെസ്റ്റിനേഷൻ കിടക്കുന്നത്. അവിടെ കറക്റ്റ് വണ്ടി ഇടാൻ സ്ഥലമില്ല. അവിടെ കണ്ടോ,
അപ്പോൾ നമുക്ക് കുറച്ചുള്ളിലേക്കാക്കിയിട്ടുണ്ട്, ഒന്ന് വിളിച്ചു നോക്കട്ടെ. അരയോട് എന്നുള്ള മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനി കോൾ ചെയ്ത് നോക്കാം. ഹലോ, ഞാൻ ലൊക്കേഷനിലെത്തിയല്ലോ. ആ ഓക്കെ, ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിലുള്ള റോഡ് കയറിക്കാണ്, ഞാൻ വരാം. രണ്ടു ഭാഗം നോക്കണ്ടോ? വരുന്നുണ്ട്. ആള് എവിടെ നിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. സംഭവം തങ്കമണി തന്നെയാണ്, കുറച്ച് വയസ്സുണ്ടോന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോ. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ലൊക്കേഷൻ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ നല്ലോണം ഒന്ന് സന്തോഷിപ്പിച്ചു. ഇന്റർസിറ്റി ട്രിപ്പ് പറഞ്ഞാണ്ട് കാണാനല്ലോ. എവിടെ ഫ്രണ്ടൊക്കെ ചെന്നോട്ടെ. ഈ ആളാട്ടോ, ഈ ആളും വൈഫും. അപ്പൊ ആളവിടെ റോട്ടിൽ പോയി നിക്കാണ്, ഞാൻ അവിടെയാണ് എഴുതിയിട്ട്. ഞാൻ ഈ റോട്ടുമേ ഉള്ളത്. എന്ത് കഷ്ട. എന്തായാലും ട്രിപ്പ് കിട്ടി. ആളിവിടെ ഉണ്ട്, പിക്ക് ചെയ്യട്ടെ. റോഡുകൾക്കൊക്കെ എന്തോരം പേരുകളല്ലേ. ഈ റോഡുണ്ടോ, ഖാദർ റോഡ്, ന്യൂസ്മാൻ റോഡ് ഉണ്ടാവും, മജീദ് റോഡ് ഉണ്ടാവും. വലിയ വീടാട്ടോ ഇവിടെ ടൗണിലൊക്കെ. വലിയ വീട് പറഞ്ഞാലേ അപ്പോൾ ഉള്ള ടീമാവും. വലിയൊരു കാറുണ്ട്, സ്കൂട്ടി ഉണ്ട്. തങ്കമണി എവിടെ? ആളെ ആ റോഡാക്കണു. ആയിക്കൂടെ ഞാൻ വന്നത്. ഒരു ഓഫ് റോഡ് റോഡാണ്. അവിടെ എവിടെയോ പോയി നിൽക്കുന്നുണ്ട്. ഞാനിതാ ഈ റോഡിലും ഈ കാണുന്ന റോഡിൽ കൂടി അങ്ങോട്ട് കയറിയിരുന്നു. കാരണം ഇവിടെ വണ്ടിയാൾ വരുമ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് അങ്ങോട്ട് ഫ്രണ്ടിക്ക് എടുത്തു. അപ്പോഴുണ്ട് ചേട്ടൻ വരുന്നത്. അപ്പൊ റിവേഴ്സ് ഇട്ട്. ഇതാണിപ്പോ വീട്. നമ്മൾ നിന്നീന്റെ തൊട്ടപ്പുറത്താ. എന്തായാലും ആള് വരട്ടെ. അപ്പൊ ഇനി കുറച്ച് നേരത്തേക്ക് യാത്രയും വേണ്ട, റാപ്പിഡോ വേണ്ട, വെറുതെ ചാർജ് അയക്കണ്ടല്ലോ. അവിടെ എത്തിയാൽ റാപ്പിഡോ വർക്കാവോന്ന് അറിയില്ല. ഇല്ല, വർക്കാവൂല. യാത്രയും വർക്കാവൂല. ഊബർ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ ഊബർ മാത്രം. കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ വണ്ടി കയറാൻ. നമ്മൾ എവിടെ എത്തിട്ടോ? തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. 5:28 സമയം. ഇത് റെന്റലാണ്, ഹവർലി റെന്റലാണ്. അപ്പോൾ തൃശ്ശൂരിലേക്ക് അപ്പൊ ഞാൻ വണ്ടി കയറിയിട്ട് അവര് ആർക്കും ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു 2 സ്റ്റോപ്പ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവര് ആ 2 സ്റ്റോപ്പ് ഉണ്ട്. 2 സ്റ്റോപ്പ് ഇല്ല പറഞ്ഞു ആദ്യം. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വേറെ എവിടെയും പോകാണ്ട് ചോദിച്ചു. തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരുന്നെന്ന് പറഞ്ഞു. അരമണിക്കൂർ അവിടെ നിൽക്കണമെന്നാണ്. അപ്പൊ ഞാൻ വെയിറ്റിംഗ് ഇല്ലാന്ന് പറയാൻ നിൽക്കേന്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു 9 മണിക്കൂറിന് അങ്ങനെ എന്താണ് ബുക്ക് ചെയ്തിക്കണേ പറഞ്ഞത്. അപ്പൊ എനിക്ക് സംശയമായി. കാരണം ഞാൻ ഹവർലി റെന്റിൽ ഓഫ് ചെയ്തിക്കണല്ലോ. അപ്പൊ ഇതെങ്ങനെ ട്രിപ്പ് അടിഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പൊ നോക്കുമ്പോ 9 മണിക്കൂറിനുണ്ട്. പിന്നെ കിലോമീറ്റർ നോക്കിയപ്പോ കാണുന്നില്ല. അപ്പൊ കറക്റ്റ് നോക്കിയപ്പോ കിലോമീറ്ററും കണ്ട് 180 കിലോമീറ്റർ ആണ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. 180 കിലോമീറ്റർ ആണ് ഇൻക്ലൂഡിങ് ആയിക്കണേ കേട്ടോ. 7 മണിക്കൂർ വിത്ത് തങ്കമണി എന്നാണ്. അപ്പോൾ 9:47 സമയം, ലാസ്റ്റ് സമയം ഡ്രോപ്പ് ചെയ്യാണ്ടേ. അപ്പോൾ ഞാൻ ഇത് മാത്രം കാണുന്നുണ്ട്. ഇവിടെ എവിടെ നിൽക്കിയിട്ട് കിലോമീറ്റർ കിട്ടുന്നില്ല. അപ്പോൾ ഇത് റെന്റലാണോ എന്തെനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നിൽക്കിയപ്പോഴാണ് കണ്ടത് 150 കിലോമീറ്റർ ഇൻക്ലൂഡഡ്, 7 മണിക്കൂർ തങ്കമണി, പിന്നെ ഇതാ തമ്മനത്തേക്ക് ഡ്രോപ്പ്. അപ്പോൾ 3849 റുപ്യാണ് ഇതിൽ കാണിക്കണ റേറ്റ്. ഗസ്റ്റ് റൈഡ് ഗോ ഇന്റർസിറ്റി. നമുക്കുള്ളത് 2700 അല്ലേ കണ്ടത്. 1100 റുപ്യാണ് കമ്മീഷൻ, ഊബറിൻ്റെ കമ്മീഷന്. നല്ല കമ്മീഷൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണോ, ഞാൻ എന്ത് സംഭവം എനിക്കറിയില്ല. അതാ അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ഹവർലി റെന്റിൽ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ എന്നിട്ട് പോരുന്ന പോയിക്കാൻ ചെക്ക് ചെയ്ത് നോക്കി ഹവർലി റെന്റിൽ ഉണ്ടോന്ന്. ഞാൻ ഏകദേശം ഒരു ചാലക്കുടി ഭാഗത്തെത്തിയപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇനി അഥവാ അത് ഓൺ ആക്കിക്കണമെന്ന് അറിയില്ലല്ലോ. രാവിലെ ഇന്റർസിറ്റി ഓഫ് ആയിരുന്നു, ഞാൻ ഓൺ ആക്കിയിട്ടു. അപ്പോൾ ഹവർലി റെന്റിൽ ഓഫായി കിടക്കണം അപ്പോഴും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണോ, ഇന്റർസിറ്റി ട്രിപ്പാണുള്ളത്. അതിൽ ഹവർലി റെന്റിൽ ആയതുകൊണ്ടായിരിക്കും തന്നിട്ടുണ്ടാവും. ഇന്റർസിറ്റി ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ഏതായാലും കുഴപ്പമില്ല. 2500 എത്രയാണ് ഫെയർ കണ്ടത്, നമുക്കുള്ള ഫെയർ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഇവിടുന്ന് ഫുഡ് ആയിക്കോട്ടെ. അവരൊരു അരമണിക്കൂർ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. ഈ ഹവർലി റെന്റിലാകുമ്പോൾ നമുക്ക് എത്ര സമയം എടുത്താലും കിലോമീറ്റർ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കുറച്ച് കറങ്ങി, അവർക്ക് സ്ഥലം അറിയാത്തതുകൊണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. കാരണം കിലോമീറ്ററിന് പൈസ കൂടും. 150 കിലോമീറ്ററിൻ്റെ മേലായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പൈസ കൂടും. 18 റുപ്യാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, എക്സ്ട്രാ കിലോമീറ്ററിന് നമുക്ക് 18.25 രൂപ വെച്ചിട്ട് പെർ കിലോമീറ്ററിന് കിട്ടും എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ. പിന്നെ എക്സ്ട്രാ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപയും 90 പൈസയും. ഇത് നാള് 3 രൂപ 4 രൂപ എന്താ ഉണ്ടായിരുന്നു ഒരു മിനിറ്റിന്. ഇതിപ്പോൾ അപ്ഡേറ്റിൽ കുറഞ്ഞു കേട്ടോ മിനിറ്റിൻ്റെ ക്യാഷ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഓടിയത് 90 കിലോമീറ്റർ ഓടിയത്. 90 ആകുമ്പോൾ കറക്റ്റ് 150 കിലോമീറ്ററാണ്. 90 ഇല്ല, നമ്മൾ കുറച്ച് കറങ്ങിയോണ്ടാണ് 90 ആയത്. പിന്നെ നമ്മളെ CNGയും നല്ല ഹൈവേ പിടിച്ചുകൊണ്ട് നമുക്ക് CNG കിട്ടി. 115 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി 4 അട്ടിയമ്പാടുണ്ട്. അപ്പം ഇനി ഇത് ക്യാൻറ്റീനാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് എന്താ ഫുഡ് ഉള്ളത് എന്താ നോക്കിയിട്ട് കഴിക്കട്ടെ. നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ് കംപ്ലീറ്റ് അടിക്കണം കേട്ടോ. സ്കിപ്പ്. ഓക്കെ.
ഇനി കച്ചേരിപ്പടിക്ക് ലാസ്റ്റ് കളക്ട് പേയ്മെന്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പേയ്മെന്റ് നോക്കി കണ്ട 3623 രൂപ ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അപ്പോഴെന്താ അവസ്ഥ അറിയില്ല കേട്ടോ. അപ്പോഴും ചിലപ്പോൾ ഈ എമൗണ്ട് തന്നെ ആയിരിക്കും, കൂടുതലായിരിക്കും, എന്താ അറിയില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. 5:32 സമയം. അപ്പോൾ ഇനി ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. 6:12 ആയപ്പോൾ ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്താണ്, പോയി പിക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇനി നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇങ്ങോട്ട് പോന്നപ്പോൾ ബ്ലോക്ക് ഉണ്ട്, ഇങ്ങോട്ട് പോന്നപ്പോൾ ചെറിയ ബ്ലോക്കുകളുണ്ട്. അതിന് അങ്ങോട്ട് എന്തായാലും ഈ ഒരു സമയം ആവുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കാം. 9:45 എന്താണ് ഡ്രോപ്പിൻ്റെ സമയം കാണിക്കുന്നത്, 9:47 PM. അതിൻ്റെ മുമ്പൊക്കെ എത്തുമായിരിക്കും. 6:15 അല്ലേ, 7:15, 8:15, 9:15, 3.5 മണിക്കൂറുണ്ട്. അപ്പോൾ പോയി ആളെ പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ, അവർ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ആ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് 156 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. 6 മണിക്കൂർ 7 മിനിറ്റും. അവർ എത്ര 9 മണിക്കൂറിൻ്റെ എന്തോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3674 രൂപയാണ് നമുക്ക് കിട്ടിയത്. റൗണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് 156 കിലോമീറ്റർ. ഒരു ദിവസം നമ്മളിവിടെ ലോക്കൽ ഓടുന്ന കിലോമീറ്ററിൻ്റെ ഏകദേശം അടുത്ത് ഓടിയിട്ടുണ്ട് 156 കിലോമീറ്റർ. അതിൽ ടോട്ടൽ നമുക്ക് 3800 വന്നിട്ടുണ്ടായിരുന്നത് ഫെയർ. അതിൽ നമുക്ക് കിട്ടിയത് 3600. 183 രൂപ ടാക്സ് പോയി. ഊബറിന് കമ്മീഷൻ എടുത്തിട്ടില്ല ഇതിൽ. അപ്പോൾ 3674 നമ്മൾ ഏണിങ്സ്. പക്ഷേ കസ്റ്റമറെ കയ്യിൽ നിന്ന് 3623 വാങ്ങിയത്. അപ്പോൾ 51 രൂപ നമുക്ക് ഊബർ ഇങ്ങോട്ട് തരുന്നുണ്ട്. ഊബറിന് ഇതിൽ നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ 51 രൂപ നമുക്കും കൂടിയും തരികയാണ്. അപ്പോൾ ഊബർ ഇതിലൊന്നും എടുത്തിട്ടില്ല. 183 രൂപ നേരെ ടാക്സാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു വെണ്ണല പാലാരോട്ട് എത്തിയപ്പോൾ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 178 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഈ ട്രിപ്പ് ഓടിയത്. 176 കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോയതിനു ശേഷമാണ് ഞാൻ ട്രിപ്പ് 0 ആക്കിയത്. കാരണം ഊബറിൽ കറക്റ്റ് കിലോമീറ്റർ കാണിക്കാറില്ല, അതുകൊണ്ട് 0 ആക്കിയതായിരുന്നു. അപ്പോൾ നമ്മളെ CNG നമ്മൾ ഓടിയത് 202 കിലോമീറ്റർ ഓടി. ഇനി ഒരു കട്ടിമ്പാടുണ്ട്. അപ്പോൾ ഞാൻ എന്താന്നോ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് എഴുതിയിട്ട് ഇവിടെ ചക്കരപ്പറമ്പ് CNG പമ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ പോയാൽ CNG പമ്പിലേക്ക് എത്തും. അപ്പോൾ ജസ്റ്റ് ടീ ബ്രേക്കിൽ ഇട്ടിട്ടാണ് ഉണ്ടോ, ടീ ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് CNG അടിക്കാൻ പോവാം. അത് നല്ല അടിപൊളി ഒരു കസ്റ്റമർ ആയിരുന്നു. ഒരു അച്ഛനും ഒരു അമ്മമ്മയും ആളെ വൈഫും. അപ്പോ അങ്ങോട്ട് പോയപ്പോ വല്ലാണ്ട് സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. ആവശ്യങ്ങൾക്ക് മാത്രം സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇങ്ങോട്ട് പോന്നപ്പോ അത്യാവശ്യം നല്ലോണം സംസാരിച്ചിട്ടോ. ആ ഹോസ്പിറ്റലത്തെ കുറെ കാര്യങ്ങളും, ഏതോ ഒരു ക്യാൻസർ രോഗിയാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അതേപോലെ പോരുന്ന വഴിക്ക് ചായ കുടിച്ചു, ചായ വാങ്ങി തന്നു. പിന്നെ അപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെറും ചായ മാത്രമേ കുടിച്ചുള്ളൂ, കടിയൊന്നും കഴിച്ചില്ല. പിന്നെ ഇവിടെ എത്തി. പിന്നെ എന്നോട് അങ്ങോട്ട് പോയപ്പോഴേ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരു നെക്സയുടെ ഒരു വണ്ടി ഉണ്ട്, അപ്പൊ കോൾ ഡ്രൈവറായിട്ട് വരുമോ, എന്നോട് വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോകലില്ല, കാരണം നമുക്ക് ഈ ഊബർ ഓടനാണ് നല്ലത്. ഒരാളെ അടിമപ്പണി ചെയ്യാതിരിക്കാനാണ് നമ്മള് ഊബർ എടുത്ത് ഇറങ്ങിക്കണേ. അപ്പൊ ഇവര് നല്ല ആൾക്കാരാണ്, നല്ല ടീമാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ അറിയണ ആരെങ്കിലൊക്കെ ഉണ്ടോ ചോദിച്ച്. അപ്പൊ ഞാനുണ്ട്, എന്റെ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ സനല് ഇങ്ങനെ പോയാലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആള് ഇപ്പൊ ഊബർ ഓടാണ്. ആള് പോവെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നിട്ടിപ്പൊ അവരിന്റെ നമ്പർ വാങ്ങി, ഫോൺ നമ്പർ വാങ്ങി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം, പോകുന്ന സമയത്ത് വിളിക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്പറും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ടോള് എക്സ്ട്രാ ആണല്ലോ, ടോള് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഊബറിന്റെ ഫെയർ എത്ര സെപ്പറേറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ പുറമെ ടോൾ എത്ര വാങ്ങണേന്ന് അതും പറഞ്ഞു കൊടുത്തു. ഇതിപ്പോ തമ്മനം ജംഗ്ഷനാട്ടോ. ഇവിടുന്ന് ഇനി റൈറ്റ് കയറിയാല് നമ്മളെ ചക്കരപ്പറമ്പിന്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. നമുക്ക് ഇതിന് മുമ്പ് റൈറ്റിങ് കട്ടിങ് ഉണ്ടായിരുന്നു, ചെറിയ റോഡായിരുന്നു. അപ്പൊ അവിടുന്ന് വണ്ടികള് ആ റോട്ടിൽ നിന്ന് വരുന്നോണ്ട് അതൊക്കെ എനിക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ആ ഓട്ടോറിക്ഷ പോയ ആ റോഡ് കയറാൻ മതി. കുറെ ദിവസമായിട്ട് ഇവിടെ ചക്കരപ്പറമ്പ് നമ്മൾ CNG അടിച്ചിട്ട് കുറെ ആയി. നമ്മളെ എടപ്പള്ളിന്നും വൈറ്റിലെന്നൊക്കെയാണ് പഠിക്കല്. അത് നമ്മളിത് CNG കഴിയലില്ല. അവിടെ ഒരു ഷെഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യണോണ്ട്, മഴ പെയ്യുമ്പോ CNG അടിക്കൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഷെഡൊക്കെ വെച്ചിട്ടുണ്ട് മേലെ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഈ ട്രിപ്പ് കിട്ടിയതേ നല്ലൊരു ഭാഗ്യമായി. കാരണം നാളെ 1-ാം തീയതി, ഇന്ന് 1-ാം തീയതി അല്ലേ. അപ്പോ 3-ാം തീയതി എനിക്കൊരു 5000 രൂപ തിരിച്ചു കൊടുക്കാണ്ട്. നമ്മളെ വണ്ടിന്റെ അടവിന് പൈസ നമുക്ക് റെഡി ആയില്ല. അപ്പൊ ഒരു 5000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 3-ാം തീയതിയാണ് നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിന് ഒത്താണ്ട് ഇന്നൊരു ട്രിപ്പ് നമുക്ക് അടിച്ച്, ഒരു ലോങ് ട്രിപ്പ് അടിച്ച്. ഏതായാലും ഇപ്പൊ അങ്ങനെ പോകും. ഇനിയിപ്പോ അടുത്ത വണ്ടിന്റെ അടവാകുമ്പോ അടുത്ത കടം വാങ്ങാം.
അപ്പൊ നാളെ തന്നെ കൊടുക്കാം. 3-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം നേരത്തെ കൊടുക്കാം. അപ്പൊ അടുത്ത കടം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നോളൂ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിക്കോളും. അപ്പൊ നമ്മള് CNG അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 694 രൂപക്കാട്ടോ CNG അടിച്ചത്. ഏകദേശം ഫുൾ ടാങ്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. 204 കിലോമീറ്ററാണ് ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഊബറും റാപ്പിഡോ ഓണാക്കാം. സമയം 9:15 ആയിട്ടുള്ളത്. ഊബർ ടീ ബ്രേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡോ ഓണാക്കാം. യാത്ര വേണ്ട, റാപ്പിഡോ ഓണാക്കാം. ഒരു 10 മണി 11 മണിൻ്റെ അടുത്ത് നമുക്ക് ഓടാം. വെറുതെ റൂമിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് കിട്ടിയാണ്ട് കാര്യമില്ല. ചിലപ്പോൾ നാളെ ഒരു ട്രിപ്പും ഉണ്ടാവില്ല. അപ്പോൾ ആ കടം കൊടുക്കാതെ പൈസ എങ്ങനെയും ഒപ്പിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചക്കരപ്പറമ്പ് ഭാഗത്ത് തന്നെ ഉള്ളത്. ഇവിടെ നിന്നിട്ട് ഇവിടെ കുറേ വണ്ടികളുണ്ടാവും. CNG അടിക്കുന്ന വണ്ടികളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് നിർത്തിയിട്ട് നമുക്ക് നേരെ പാലാരോട്ടം ഭാഗത്തേക്ക് നോക്കാം. സമയം 10:28 ആയിട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരി ഭാഗത്താണ്. നമുക്ക് അതിനുശേഷം ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഊബറിലൊരു 182 രൂപയുടെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 10:28 റാപ്പിഡോയിൽ പിന്നെ ഒന്നും ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് വല്ല നീങ്ങാൻ പോവാണ്. തൃക്കാക്കര മൂർത്തി ടെമ്പിൾ. നമ്മൾ അവിടുത്തെ തൃക്കാക്കര അമ്പലത്തിൻ്റെ അവിടേക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 10:28 ഒരു 30 ആകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ വല്ല പോവാം. വല്ല ട്രിപ്പ് അടിച്ചാൽ അതെടുത്ത് ഓടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ ക്ലോസ് ചെയ്തു. 10:47 ആയിട്ടുണ്ട് കേട്ടോ. ഊബർ ഓഫ്ലൈൻ ആക്കി. വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഞാൻ റൂമിലല്ല, നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നിർത്താനുള്ള പരിപാടി. അപ്പോൾ ഇവനും ഫുഡ് കഴിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രേ ഉള്ളൂ. റാപ്പിഡോയിൽ ഇന്ന് ട്രിപ്പ് അടിച്ചില്ല, വേറെ ഊബർ മാത്രമാണ് ഇന്ന് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ ഇനി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ പക്കരാം.